നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഫ്രാൻസിസ് മാത്യു. തിരുവചനത്തെ ആത്മവാക്കി എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് യേശു പഠിപ്പിച്ച ഒരു ഉപമയാണ്. അതെങ്ങനെയാണ്? നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ. അവൻ യാത്രാമധ്യേ അർദ്ധരാത്രിയിൽ തൻ്റെ സ്നേഹിതൻ്റെ ഭവനത്തിൽ ചെന്ന് ചോദിക്കുന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. അപ്പോൾ അവൻ്റെ സ്നേഹിതൻ അകത്തു നിന്ന് ചിന്തിക്കുന്നു, ഒരു സ്നേഹിതൻ യാത്രാമധ്യേ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, അവന് കൊടുക്കുവാനായി എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അവൻ അകത്തു നിന്ന് മറുപടി പറയുന്നു, എനിക്ക് നിനക്ക് ഒന്നും ചെയ്തു തരുവാൻ സാധ്യമല്ല. ഇത്രയും പറഞ്ഞ് അവൻ എഴുന്നേറ്റ് വന്ന് വാതിലടച്ചു. എന്നാൽ അവൻ്റെ സ്നേഹിതൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നിർബന്ധ നിമിത്തം ചോദിക്കുക തന്നെയാണ്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരിക. അപ്പോൾ അവൻ്റെ സ്നേഹിതൻ വീണ്ടും അകത്തു നിന്ന് മറുപടി പറയുന്നു, എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുമായി കിടക്കയിലാണ്, എനിക്ക് എഴുന്നേറ്റ് വന്ന് നിനക്ക് ഒന്നും ചെയ്തു തരുവാൻ സാധ്യമല്ല. എന്നാൽ കർത്താവായ യേശു പറഞ്ഞു, അവൻ അവൻ്റെ സ്നേഹിതനായതുകൊണ്ടും അവൻ്റെ നിർബന്ധ നിമിത്തവും അവൻ്റെ സ്നേഹിതൻ അവന് ഒന്നും ചെയ്തു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞുവെങ്കിലും അവൻ്റെ നിർബന്ധ നിമിത്തം അവൻ എഴുന്നേറ്റ് ചെന്ന് അവന് വേണ്ടതെല്ലാം കൊടുക്കും. തുടർന്ന് യേശു പറയുന്നു, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവർ കണ്ടെത്തുന്നു, മുട്ടുന്നവർക്ക് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? ദുഷ്ടരായ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അറിയുമെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് എത്രയേറെ നന്മകൾ ചെയ്യും. അതിനാൽ മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് ആദ്യം നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. അതിൽ സമസ്ത നിയമവും പ്രവാചകന്മാരും അധിഷ്ഠമായിരിക്കും. ഇതൊക്കെയാണ് തിരുവചനം.